ഹലോ, ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്നോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നന്ദഗോപൻ മാഷ് ചോദിച്ചു. ചെറിയൊരു പ്രശ്നമുണ്ട്. മാഷിൻ്റെ മോൻ ഇവിടെയുണ്ട്. മാഷൊന്ന് ഇവിടെ വരെ വരണം. SI മാഷിനോടുള്ള ബഹുമാനം കൊണ്ടാണ് അത്രയും പറഞ്ഞത്. അയ്യോ, എൻ്റെ ഉണ്ണിക്ക് എന്ത് പറ്റി? പേടിക്കാനൊന്നുമില്ല മാഷേ, എല്ലാം ഇവിടെ വന്നിട്ട് പറയാം. അയ്യോ ദൈവമേ, എന്താ എൻ്റെ ഉണ്ണിക്ക് പറ്റിയത്? പറയും മാഷേ, ഒന്ന് വായ തുറന്ന് പറ, എന്താ എൻ്റെ ഉണ്ണിക്ക് പറ്റിയതെന്ന്. ഈ സംഭാഷണം കേട്ടുകൊണ്ടുവന്ന മാഷിൻ്റെ ഭാര്യ വസുന്ധര ടീച്ചർ സങ്കടത്തോടെ ചോദിച്ചു. ഒന്നും അറിയില്ല, ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. എന്നാൽ ഞാനും വരുന്നു, എനിക്കെൻ്റെ ഉണ്ണിയെ കാണണം. മാഷ് വേഗം കാർ സ്റ്റാർട്ട് ചെയ്ത് വസുന്ധരയെ കയറ്റി സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. മണിമല ഗ്രാമത്തിലെ നാട്ടുകാരുടെയെല്ലാം ബഹുമാന താരങ്ങളാണ് നന്ദഗോപൻ മാഷും വസുന്ധര ടീച്ചറും. നന്ദഗോപൻ മാഷ് മണിമല ഹൈസ്കൂളിലെ ഹെഡ് മാഷും വസുന്ധര ടീച്ചർ ആ സ്കൂളിലെ തന്നെ ഇംഗ്ലീഷ് ടീച്ചറുമാണ്. കുറച്ചു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് അവർ വിവാഹിതരായത്. വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് നാട്ടുകാരുടെയെല്ലാം സഹപ്രവർത്തകരുടെയും അന്വേഷണം തുടങ്ങി. വിശേഷമായില്ലേ, ഡോക്ടറെ കണ്ടില്ലേ? അവിടെ നല്ല ഡോക്ടറുണ്ട്. ആ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താൽ മതി, അവിടെ പോയി ശയനപ്രദക്ഷിണം നടത്തിയാൽ മതി. ഇങ്ങനെ ചോദ്യങ്ങളും ഉപദേശങ്ങളും കേട്ട് അവർക്ക് പുറത്തിറങ്ങാൻ മടിയായി തുടങ്ങി. അങ്ങനെയിരിക്കെയാണ് ടീച്ചറുടെ കൂട്ടുകാരി ഡോക്ടർ ടൗണിലെ ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫറായി വന്നത്. ടീച്ചർ അവരെ കണ്ടപ്പോൾ തൻ്റെ വിഷമങ്ങൾ പറഞ്ഞു. അവർ ഉടനെ അവരുടെ പരിചയത്തിലുള്ള ഗൈനക്കോളജിസ്റ്റിനെ പരിചയപ്പെടുത്തി കൊടുത്തു. 1 വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ടീച്ചർ ഗർഭിണിയായി. അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ് 7 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നത്. കുഞ്ഞിന് നന്ദകിഷോർ എന്ന് പേരിട്ടു. അവരുടെ ഓമനയായി അവൻ വളർന്നു. മാഷിന് അവനെ ഒരു IAS-കാരനാക്കണം എന്നായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടി ടൗണിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിപ്പിച്ചത്. 10ാം ക്ലാസ് വരെ നല്ല മിടുക്കനായി പഠിച്ച് എല്ലാ വിഷയത്തിലും A+ വാങ്ങി ജയിച്ചു. സ്റ്റേഷനിലെത്തിയ അവർ തൻ്റെ മകനെ വേറെ ക്രിമിനൽസിൻ്റെ കൂടെ കണ്ട് ഞെട്ടിത്തെറിച്ചുപോയി. എന്താ ഉണ്ണി ഇത്? ടീച്ചർക്ക് കരച്ചിൽ നിയന്ത്രിക്കാനായില്ല. മകൻ തല താഴ്ത്തി നിന്നു. അപ്പോഴേക്കും SI വന്ന് മാഷെ ക്യാബിനിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. എന്താ എൻ്റെ മോൻ ചെയ്ത തെറ്റ്? മാഷിന് വിവരമറിയാൻ തിരക്കായി. പറയാം, പക്ഷേ മാഷ് സംയമനത്തോടെ കേൾക്കണം, SI പറഞ്ഞു. എന്തായാലും പറയൂ, മാഷ് പറഞ്ഞു. നിങ്ങളുടെ മകൻ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ കണ്ണിയാണ്. നോ, എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല. കുറച്ച് നാളായി ഇത് തുടങ്ങിയിട്ട്. ക്യാമ്പസിൽ എല്ലാവർക്കും മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്നത് അവനാണ്. കുറേ നാളായി അവൻ നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു. അവനെ പിടിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയ്ക്കുള്ള മയക്കുമരുന്നുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാണ്. പിന്നെ ഒന്നും പറയാതെ മാഷ് ക്യാബിന് പുറത്ത് കടന്ന് മകനെ ഒരു നോട്ടം നോക്കി. മകൻ തല താഴ്ത്തി നിന്നു. മാഷിൻ്റെ 2 കണ്ണിലും കണ്ണുനീർ പുറത്തേക്ക് ചാടാൻ തയ്യാറായി നിന്നിരുന്നു. +1 പഠിക്കാൻ തുടങ്ങിയപ്പോൾ ബൈക്ക് വേണമെന്ന് പറഞ്ഞ് ഒറ്റ മോനല്ലേ, മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ബൈക്ക് വാങ്ങിക്കൊടുത്തു. പിന്നെ അതിലായി മകൻ്റെ കറക്കം. പിന്നീട് പുതിയ കൂട്ടുകെട്ടിൽപ്പെട്ടു. ആദ്യമായി മയക്കുമരുന്നിൻ്റെ രുചി അറിഞ്ഞു. പിന്നെ ഡെയിലി വേണമെന്നായി. വീട്ടിൽ നിന്ന് കിട്ടുന്ന തുകകൾ കുറഞ്ഞു തുടങ്ങിയപ്പോൾ മയക്കുമരുന്ന് വാങ്ങാൻ കാശിനായി അതിൻ്റെ വ്യാപാരത്തിൽ കണ്ണിയായി. വീട്ടിൽ രാത്രി വൈകി വരും, ചില ദിവസം വരില്ല. അപ്പോഴെല്ലാം മാഷ് ടീച്ചറോട് പറഞ്ഞു, ആൺകുട്ടിയല്ലേ, കൂട്ടുകാരൊത്ത് കറങ്ങാൻ പോയതാകും എന്നാണ്. ഈറൻ മിഴികളോടെ മാഷ് ടീച്ചറെയും കൊണ്ട് സ്റ്റേഷൻ്റെ പടിയിറങ്ങി.